ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പങ്കുവയ്ക്കുവാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആ അപ്ലോഡ് ചെയ്ത ദിവസം ശ്രദ്ധിക്കുക. അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ക്ഷേമ പെൻഷനെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വാർത്തയുടെ അടിയിൽ അന്ന് ചെയ്ത വീഡിയോ 1 മാസത്തോളമായി, അതായത് കഴിഞ്ഞ തവണ പെൻഷൻ കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ വീഡിയോ ഇപ്പോൾ കണ്ടിട്ട് ആ വ്യാജമായിട്ടുള്ള വീഡിയോ ഇടുന്നു എന്ന രീതിയിലാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, പെൻഷൻ പ്രഖ്യാപിച്ചാൽ അന്ന് തന്നെ പെൻഷൻ കൊടുത്തു തുടങ്ങത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ആ വീഡിയോ വന്നിട്ട് പബ്ലിഷ് ആയിട്ട് എത്ര ദിവസമായെന്നുകൂടെ നോക്കിയ ശേഷം വീഡിയോ കാണുക. കാരണം ചില ചാനലുകളൊക്കെ ദിവസവും ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. 364 ദിവസവും ക്ഷേമ പെൻഷൻ നൽകുന്ന ചാനലുകൾ വരെ ഉണ്ട്. കാരണം അവർ അങ്ങനെയുള്ള ക്ഷേമ പെൻഷനുമായിട്ട് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം ആണ് അവരുടെ സബ്സ്ക്രൈബർ. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ആ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ആ വീഡിയോ എപ്പോഴും കാണും. കണ്ടിട്ട് അതിൻ്റെ അകത്ത് ഒന്നും ഇല്ലെന്ന് കണ്ടു കഴിയുമ്പോൾ അവർ വീഡിയോയ്ക്ക് അവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ കമൻറ്റ് അപ്പോൾ തന്നെ ഡിസബിൾ ചെയ്ത് കളയുകയും ചെയ്യും. എന്നാൽ ഈ ആൾക്കാർ തന്നെ മറ്റ് ചാനൽ കൃത്യമായിട്ട് അറിയിപ്പ് വന്ന ശേഷം മാത്രം വീഡിയോ ചെയ്യുന്ന ചാനലുകളിൽ വന്നിട്ട് അവർക്കെതിരെയും ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടും. അപ്പോൾ നമുക്കറിയാം, ഏത് നല്ല വീഡിയോ ഇട്ടാലും മോശം വീഡിയോ ഇട്ടാലും മോശം കമൻറ്റും നല്ല കമൻറ്റും ഒക്കെ വരും. അത് സ്വാഭാവികമാണ്. എങ്കിൽ പോലും അത് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഏതൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കണ്ടാലും നിങ്ങൾ ആ വീഡിയോ എത്ര ദിവസത്തിന് മുന്നുള്ളതാണ് അല്ലെങ്കിൽ എപ്പോഴാണ് വീഡിയോ വന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രം വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്, ഇപ്പോൾ ഡിസംബറിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമായിട്ട് അതിനൊരു അറിയിപ്പ് വന്നിട്ടില്ല. 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് തീരുമാനം വന്നിട്ടുള്ളത്. അത് ഈ മാസം ഡിസംബർ 14 ശേഷം വിതരണം തുടങ്ങി ഡിസംബർ അവസാനത്തോടു കൂടി, ഡിസംബർ 25 മുമ്പ് കൊടുക്കണമെന്നാണെങ്കിലും ഡിസംബർ അവസാനത്തോടു കൂടി അത് പെൻഷൻ വിതരണം പൂർത്തിയാകുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 14, 15, 16 തീയതിയൊക്കെ വിതരണം തുടങ്ങിയാലും ആദ്യം ഒരു 3-4 ദിവസമൊക്കെ എല്ലാവരിലേക്കും എത്താൻ താമസം വരും. കുറച്ച് ആൾക്കാർക്ക്, അക്കൗണ്ടിലുള്ള കുറച്ച് ആൾക്കാർക്ക് ആദ്യം വരും. അതുപോലെ തന്നെ വിതരണം തുടങ്ങുന്നത് സഹകരണ ബാങ്കുകൾ വഴിയാണ് നമുക്ക് വീട്ടുകളിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അത് സഹകരണ ബാങ്കുകളിൽ നിന്ന് കൃത്യമായിട്ട് ഏജൻറ്റുമാർ ആ തുക വാങ്ങി ആളുകളിൽ എത്തിക്കുന്നതിലുള്ള കാലതാമസം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് സർക്കാരിന് തന്നെ വലിയ പേരുദോഷമായിട്ട് മാറുന്നുണ്ട്. കാരണം ഇവരുടെ ഉത്തരവാദിത്വമില്ലായ്മ. പലപ്പോഴും ഈ പെൻഷൻ വീടുകളിൽ ചെന്ന് വിതരണം ചെയ്യുന്ന ഏജൻറ്റിൻ്റെ വീട്ടിൽ ചെന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. വീടുകളിൽ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ വീടുകളിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളിൻ്റെ വീട്ടിൽ ചെന്ന് ഈ പാവപ്പെട്ടവർ വാങ്ങിക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ആവശ്യപ്പെടുക. ഈ പെൻഷൻ ഞങ്ങളുടെ അവകാശമാണ്, അത് നമ്മുടെ വീടുകളിൽ തന്നെ എത്തിക്കുക എന്നുള്ള കാര്യം ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ആൾക്കാരോട് പറയുക. അതുപോലെ തന്നെ പലരും ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ഏജൻറ്റുമാർ പെൻഷൻ കൊടുക്കുന്ന ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ 1 രൂപ പോലും അതിന് ഏജൻറ്റുമാർക്ക് കൊടുക്കേണ്ടതില്ല. കാരണം അവർക്ക് സർക്കാർ ഒരു ആൾക്ക് ഒരു പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ഒരു നിശ്ചിത തുക അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ പെൻഷൻ ഈ 1600 കിട്ടുന്നതിൻ്റെ അകത്തുനിന്ന് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് 50, 100 ഒക്കെ കൊടുക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളോടൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് പറയാനുള്ളത്, ഡിസംബർ 14 ശേഷം മാത്രമേ പെൻഷൻ വരികയുള്ളൂ. 2 മാസത്തെ പെൻഷൻ ആയിരിക്കും. അത് ഈ മാസം അവസാനം വരെയൊക്കെ കൊടുത്തു തീരും.